Ruach HaKodesh, the Holy Spirit. The holy wind of God is blowing. ദൈവത്തിന്റെ പരിശുദ്ധ കാറ്റ് വീശുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള വലിയ വെളിപ്പാടും ബോധ്യവും പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് നൽകുകയാണ്. Come on, lift up our hands and say holy, holy, holy. പരിശുദ്ധനേ. ദൈവത്തിന്റെ റൂഹ കാറ്റടിക്കുന്നു. അത് കേവലം വെളിപ്പാടായിട്ടല്ല, അത് നമ്മുടെ അനുഭവമാണ്. നമ്മെ ആഴമായി സ്പർശിക്കുന്നു. നമ്മെ ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് അടിച്ചുയർത്തുന്ന ദൈവത്തിന്റെ റൂഹ, ദൈവത്തിന്റെ ജീവ ശ്വാസം ഇന്ന് പകൽക്കാലവും നമ്മളിലേക്ക് പകരുക. Something beautiful this morning, something magnificent. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരൂപിക്കാത്തത്. പ്രിയപ്പെട്ടവരെ, come on, join us in this glorious worship. അത് ദൈവത്തിന്റെ ദൂതന്മാർ അവർ നമ്മുടെ മധ്യത്തിൽ ഉലാടുകയാണ്. The angels of God are here. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മോടുകൂടി. This is holy ground. This is holy ground. And we stand. Jesus, ആ കരങ്ങളെ രണ്ടും ഒന്ന് ഉയർത്തി പിടിക്കാമോ? Come on. The angels of God are in our midst. മോശയോട് പറഞ്ഞതുപോലെ ദൈവം പറയുകയാണ്, മോശയെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്, നിന്റെ ചെരുപ്പുകൾ ഊര്. യോശുവ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്. Come on, remove your sandals. We're standing on holy ground and there are angels all around us. Oh, we thank you, God. We just thank you, Father. We bless you in Jesus' name. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. Hallelujah. The wind of God is blowing. ദൈവത്തിന്റെ റൂഹ കാറ്റ്. Wind of God is blowing. Hallelujah. പരിശുദ്ധാത്മാവിന്റെ റൂഹ കാറ്റ് എന്താ? നമ്മെ അടുത്തൊരു തലത്തിലേക്ക്, ഒരു പുതിയ ദർശനത്തിലേക്ക് നമ്മെ കൊണ്ടുവരും. Yes, Jesus. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. യേശുവിന്റെ കണ്ണുകൾ ചിലരെ അന്വേഷിക്കുകയാണ്. Hallelujah. The eyes of the Lord are searching. ദൈവത്തിന്റെ കണ്ണുകൾ തിരയുകയാണ്. ദൈവത്തിന്റെ കണ്ണ് 12 ശിഷ്യന്മാരെ തിരഞ്ഞു, അവരെ കണ്ടെത്തി. അവർ കർത്താവിനോട് കൂടെ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ നിർവഹിക്കുവാൻ അവര് യേശുവിനോട് കൂടെ ആ ടീമിൽ അവർ ചേരുവാനിടയായി തീർന്നു. God is looking for people. God has a great, a big dream. ദൈവത്തിന് വലിയ ഒരു സ്വപ്നമുണ്ട്. ഇന്നും ദൈവത്തിന്റെ കണ്ണുകൾ ചിലരെ തിരയുകയാണ്. ഇന്ന് ഞാൻ കേൾക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദം, ഹല്ലേലൂയ. God is looking for some Calebs. യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. I will build my church and the gates of hate shall not prevail. Amen. Hallelujah. പരിശുദ്ധാത്മാവിന്റെ പ്രധാന ബിസിനസ് എന്താണ്? ദൈവം തന്റെ മണവാട്ടി സഭയെ പണിയുകയാണ്. എന്തിനാ പണിയുന്നത്? ഈ ഭൂമിയെ സ്വർഗമാക്കി തീർക്കുവാൻ. അതെ, ഭൂമിയെ സ്വർഗമാക്കി മാറ്റുവാൻ. ദൈവത്തിന്റെ സ്വപ്നമായിരുന്നു ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ that earth must reflect and represent heaven. Hallelujah. പിശാച് വന്നതിനെല്ലാം താറുമാറാക്കിയപ്പോഴും ദൈവത്തിന്റെ പ്ലാനുകൾക്ക് ഒരു മാറ്റവുമില്ല. ദൈവത്തിന്റെ പ്ലാനുകളെ നിവർത്തിക്കുവാൻ സ്തോത്രം, ഒരു പുത്രൻ എഴുന്നേറ്റു. 2000 വർഷങ്ങൾക്ക് മുമ്പേ ഒരു പുത്രൻ എഴുന്നേറ്റു. അപ്പ നഷ്ടപ്പെട്ടത് സകലതും തിരിച്ചു പിടിക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. യേശുവിന് 12 ശിഷ്യന്മാരെ കിട്ടി. അവർ ദൈവത്തിന്റെ കർത്താവിന്റെ അപ്പോസ്തലന്മാരായി തീർന്നു. അത് കഴിഞ്ഞ് കർത്താവിന്റെ കണ്ണുകൾ ചിലരെ അന്വേഷിക്കുക. 70 പേരെ കണ്ടുകിട്ടിയ ഒരു ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. Luke chapter 10 and verses 1 to 4. നമുക്കത് വായിച്ചു കേൾക്കാം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. After these things the Lord appointed another 70 also. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. And he sent them 2 by 2 before his face into every city and place. God is concerned about our cities. God is not just concerned about people. God is concerned about cities. മനുഷ്യരെ മാത്രമല്ല, ദൈവം പട്ടണങ്ങളെ, കമ്മ്യൂണിറ്റീസിനെ, സ്റ്റേറ്റുകളെ, രാജ്യങ്ങളെ. God is a God of the nations, from every tribe, every tongue, every language. എന്തോ ദൈവത്തിന്റെ ഒരു വലിയ ഭാരം, ദൈവത്തിന്റെ ഭാരം നിങ്ങളുടെ ഭാരമായി, ദൈവസഭയുടെ ഭാരമായി, മണവാട്ടിയുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ഭാരമായി, ദൗത്യമായി, നിയോഗമായി. Jesus, Jesus, Jesus. Lord, I stand in the midst of the multitude of those from every tribe and tongue. We are redeemed by your blood, rescued from death by your love. There are no words good enough
enough to thank you. There are no words to express my praise. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. God is the God of the cities. He's the God of the nations. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. Yes. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. For you were slain and you have purchased for God with your blood men from every tribe. Say with me. Every tribe, every tongue, every people, and every nation. യേശു തന്റെ സ്വന്തം രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷയിൽ നിന്നും രാജ്യത്തിൽ നിന്നും തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. ഇന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നോക്കുന്നത് ദൈവത്തിന്റെ പ്ലാനുകളെ ഭൂമിയിൽ നിവർത്തിച്ചെടുക്കുവാൻ ഒരുവനെ കിട്ടുമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാലേബിന്റെ ഹൃദയമുള്ള ഒരു വ്യക്തിയെ ദൈവത്തിന് കിട്ടും. Can I find a Caleb in the midst of my family? കാലേബിന്റെ ഹൃദയം, കാലേബിന്റെ മേൽ വസിച്ച ആ ദർശനം, ആ കാഴ്ചപ്പാട്, അതൊരു സ്ത്രീയോ ഒരു മനുഷ്യനിൽ ദൈവം അത് കണ്ടെത്തുമോ? ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. കർത്താവ് പോകേണ്ട സകല പട്ടണങ്ങളിലും സകല സ്ഥലങ്ങളിലും രണ്ടായി കർത്താവ് അയക്കുകയാണ്. ഹല്ലേലൂയ. He's sending them 2 by 2. Yes. കർത്താവ് വേറെ 70 പേരെ നിയോഗിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും ഈരണ്ടായി. God is building an army. ശുശ്രൂഷകന്മാർ ആ ദൈവത്തിന്റെ സൈന്യത്തിന്റെ ഭാഗമാണ്. ഒരു സൈന്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കുക. തന്റെ റൂഹ കാറ്റിനെ ദൈവം അടിച്ച് ദൈവത്തിന്റെ ശക്തമായ കരുത്തുള്ള ശക്തിയുള്ള ദൈവത്തിന്റെ ദർശനവും ഭാരവും ചുമക്കുന്ന ഒരു ദൈവത്തിന്റെ സൈന്യത്തെ ദൈവം ചെങ്കന്റെ ഊരിൽ എഴുന്നേൽപ്പിക്കുക. ആമേൻ. God is raising an army in the nations of the world. അതെ, so that we can take over the nations of the world. നമ്മുടെ പട്ടണങ്ങളെയും നമ്മുടെ ടൗണുകളെയും നമ്മുടെ കമ്മ്യൂണിറ്റീസിനെയും നമ്മുടെ സ്റ്റേറ്റുകളെയും നമ്മുടെ രാജ്യങ്ങളെയും ദൈവത്തിന്റെ രാജ്യമായി മാറ്റുവാനുള്ള വലിയ ദൗത്യത്തിലാണ്, ആ തിരക്കിലാണ് കർത്താവ് വരാനായി, ആ തിരക്കിലാണ്. And that's why the wind of God, ദൈവത്തിന്റെ റൂഹ കാറ്റ് സ്വന്തം ആഞ്ഞടിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം, he is raising an army. He is preparing an army. Hallelujah. കർത്താവ് 70 പേരെ കണ്ടെത്തും. ഇന്ന് നിങ്ങളെ കണ്ടെത്തുമോ? 70 പേരുടെ ആ ശുശ്രൂഷ ടീമിൽ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കി അങ്ങനെ സമർപ്പിക്കപ്പെട്ട് അങ്ങനെ കണ്ടെത്തുന്നവർ, എന്നെ ഒന്ന് കണ്ടെത്തുവാൻ, എന്നെ ഒന്ന് ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നവർ, നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പകൽക്കാലം പറയാനുള്ള ശുശ്രൂഷകരെ, ദൈവത്തിന്റെ വിളി ലഭിച്ച ദൈവത്തിന്റെ ശുശ്രൂഷന്മാരെ, വേലക്കാരെ, മക്കളെ, ദൈവത്തിന്റെ ഹൃദയം ഒന്ന് കേട്ടെ. യെസ്. 2-ാമത്തെ വാക്യം വായിക്കാം. യെസ്. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാർ എന്തിനാ ഈ റൂഹ കാറ്റ് അടിക്കുന്നത്? ഈ റൂഹ കാറ്റ് നമ്മുടെ മധ്യത്തിൽ ആഞ്ഞടിച്ചതിന്റെ കാരണം എന്താ? Somebody say the harvest. Somebody say the harvest. Somebody say there is a great harvest in this nation. ചെങ്കന്റെ ഊരിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിലും രാജ്യങ്ങളിലും. Hallelujah. Somebody say the harvest. ഈ 14 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കുന്ന, that somebody from our midst will rise up with a harvest consciousness, and you will become the harvester of souls. ദൈവത്തിന്റെ ആത്മാക്കളെ കൊയ്തെടുക്കുന്ന അസാധാരണമായ ദൈവത്തിന്റെ ഭൃത്യന്മാർ, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, ദേവദാസന്മാർ, അങ്ങനെയുള്ള. Hallelujah. Come on, respond in the name of Jesus. Amen. This is our portion. This is our portion. ഈ റൂഹ കാറ്റ് അടിക്കുന്നത്, ആഞ്ഞടിക്കുന്നത് ദൈവത്തിന്റെ കൊയ്ത്ത് എന്ന് പറയാം. കൊയ്ത്ത്, the harvest, the great harvest. കർത്താവ്, the harvest is plentiful. കൊയ്ത്ത് വളരെയുണ്ട്. താമസമില്ല, വളരെയുണ്ട്. നീ 4 മാസം ഒന്നും കാത്തിരിക്കേണ്ട. കൊയ്ത്ത് വിളവിനായി സ്തോത്രം. ഹല്ലേലൂയ. വിളഞ്ഞിരിക്കുകയാണ്. കൊയ്ത്തിനായി നിലങ്ങൾ വിളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. The harvest is ripe. The harvest is plentiful. കളപ്പുരകൾ നിറഞ്ഞു കവിയുന്ന, ചക്കകൾ വീഞ്ഞുകൊണ്ട് നിറഞ്ഞു കവിയുന്ന, an overflow of souls in the name of Jesus. കർത്താവിന്റെ കാഴ്ചപ്പാട് നോക്കേ. എന്താ കർത്താവിന്റെ ഹൃദയം? അതെ, രോഗികൾ സൗഖ്യമാകുന്നു, വ്യത്യസ്തമായ കാര്യങ്ങൾ. But he is after the harvest. He is after the assignment. He is after the duty that God gave him. ദൈവത്തിന്റെ നിയോഗത്തെ നിവർത്തിക്കാൻ. Harvest. Somebody say souls, 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 souls in the kingdom of God. Amen. എവിടെയാണ് ദൈവത്തിന്റെ റൂഹ കാറ്റ് ആഞ്ഞടിക്കുന്നത്? എവിടെയാണ് അഭിഷേകത്തിന്റെ ആഴം വെളിപ്പെടുന്നത്? ദൈവത്തിന്റെ പ്ലാനിനോട്, ദൈവത്തിന്റെ ഹൃദയത്തോട്, ദൈവത്തിന്റെ ഈ ദർശനത്തോട് ആരെങ്കിലും പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം കാണുന്നത് നാം കാണുവാൻ തുടങ്ങുമ്പോൾ ചെങ്ങന്നൂരിൽ നാം അത് കാണുന്നു. It's time for ചെങ്ങന്നൂർ. It's harvest time for ചെങ്ങന്നൂർ. ചെങ്ങന്നൂരിന്റെ മേൽ ദൈവത്തിന്റെ റൂഹ കാറ്റ് വീശുന്നു. The wind of God is come, Holy Spirit, and blow. A mighty harvest in Chenganur. Let's prophesy and say, a mighty harvest, a mighty harvest, a mighty harvest, a mighty harvest. The harvest is plentiful, but the laborers, വേലക്കാരോ ചുരുക്കം. ഈ സീസണിൽ ദൈവത്തിന്റെ റൂഹ കാറ്റ് ചെയ്തെടുക്കുന്ന അറിയാമോ? 12 നിന്ന് 70
70 ഒതുങ്ങിയില്ല. ദൈവത്തിന്റെ സഭ തന്നെ ഒരു സൈന്യമായി. അന്ത്യകാലം അടുത്തോറും, കർത്താവിന്റെ വരവ് അടുക്കുന്തോറും ചില ശുശ്രൂഷന്മാർ ഓടി ദൈവവേല ചെയ്യാന്നല്ല, എല്ലാ ദൈവമക്കളുടെ കയ്യിലും ചെറുതും വലുതുമായ എല്ലാവരുടെയും കയ്യിൽ നമുക്കൊരു അരിവാളൊന്ന് പിടിക്കാം. ഒരു സിക്കൽ ഒന്ന് പിടിച്ച്, ഒരു മിഷൻ, ഒരു ദൗത്യം, ഒരു അസൈൻമെന്റ്. ഐ ആം ഓൺ an assignment. ഞാൻ ഒരു നിയോഗത്തിന്, ഞാനൊരു ദൗത്യത്തിലാണ്. I have an assignment. I have an assignment. And I am a harvester of souls. Hallelujah. ദൈവരാജ്യത്തെ കൊണ്ടുവരുവാൻ ഞാൻ ദൈവത്തിന്റെ ഒരു ഹാർവെസ്റ്റർ ആണ്. ആമേൻ. മത്തായി സുവിശേഷം 9:35 വാക്യത്തിൽ കർത്താവിന്റെ ആ പാറ്റേൺ, ആ മോഡൽ ഒന്ന് ശ്രദ്ധിച്ചേ. Matthew 9:35. Hallelujah. കർത്താവ് എന്താ ചെയ്തത്? യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച്, ഒന്ന് പറഞ്ഞ പട്ടണം. We are here to take over the cities. We are here to take over cities, communities, states and nations in the name of Jesus. യേശു വെറുതെ ഇരിക്കുകയല്ലായിരുന്നു. ആരെങ്കിലും വന്ന വരട്ടെ. No. He was on a mission. ആ വന്ന വരട്ടെ, ഇങ്ങോട്ട് വന്ന വരട്ടെ. No. Jesus went. Somebody said Jesus went. Went. ശുശ്രൂഷന്മാരെ, Jesus didn't keep waiting. He received the mandate, the fire, heavens opened. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ശക്തിയോടെ അഭിഷേകം വന്നു. The spirit of the Lord, പരിശുദ്ധാത്മാവിന്റെ മേലുണ്ട്. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരോടെ സുവിശേഷം അറിയിക്കാൻ. And he was on a mission. നമുക്ക് വീണ്ടും നമ്മുടെ കരങ്ങളെ ഒന്ന് ചലിപ്പിച്ച്, we are on a go mode. ഇടയ്ക്കിടയ്ക്ക് ഉപവാസത്തിന് വേണ്ടി നമ്മൾ കൂടി വന്ന് പ്രാർത്ഥിക്കും. പക്ഷെ we are in a go mode. We are harvest conscious. We are city conscious. We are kingdom conscious. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. പക്ഷെ we are after the cities. We are after the mission of God. We are after the mandate of God. Our God is a God of the nations. He's the God of the cities. He's the God of the harvest. He's the Lord of the harvest. The Ruah wind. ദൈവത്തിന്റെ പരിശുദ്ധ കാറ്റ്, ദൈവത്തിന്റെ കരകൻ കാറ്റ്, ദൈവത്തിന്റെ വടക്കൻ കാറ്റ്, ദൈവത്തിന്റെ മഹത്വത്തെ കൊണ്ടുവരുന്ന the glory of God. Hallelujah. The northern awaken. Oh Lord, കണ്ണുകൾ അടയ്ക്കാം, കരങ്ങളെ തട്ടി. Something powerful, something magnificent. A city taking church, a city taking people. Amen. മത്തായി സുവിശേഷം 9:35 കർത്താവിന്റെ മോഡൽ ഒന്ന് ശ്രദ്ധിച്ചേ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. Somebody says cities, towns, communities, states and nations. That's the heart of God. The question is, will we go and take possession of God's inheritance? ദൈവത്തിന്റെ അവകാശങ്ങളെ ദൈവത്തിന്റെ മക്കളായ നാം, ദൈവത്തിന്റെ മണവാട്ടി സഭയായ നാം പോയി അത് കൈവശമാക്കുമോ? Amen. And let me hear aloud, yes. യോശുവയുടെ പുസ്തകം 14 അധ്യായം. പരിശുദ്ധാത്മാവിൻ വ്യക്തമായി ദൈവസഭകളോട് ദൂതറിയിക്കുക. It's a thus saith the Lord. My eyes are searching for a Caleb-hearted person. യോശുവയുടെ പുസ്തകം 14 അധ്യായം അതിന്റെ 6 വാക്യം. അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. It's a thus saith the Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു. ചില കാലേബിന്റെ ഹൃദയമുള്ളവർ, ചില കാലേബിന്റെ അവിശ്വാസമുള്ളവർ, വിശ്വസ്തതയുള്ളവർ, കൂറുള്ളവർ, ദൈവത്തിന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ ദർശനത്തോട്, ദൈവത്തിന്റെ ഹാർവസ്റ്റോട്, ദൗത്യത്തോട് കൂറുള്ള ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നോക്കുകയാണ്, മാർക്കുകയാണ്. പാസ്റ്ററിന്റെ ആത്മാർത്ഥമായ ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. May God find a Caleb in you. പരിശുദ്ധാത്മാവിനെ റൂഹ കാറ്റടിക്കുമ്പോൾ, ഒരു സ്തേഫാനോസിനെ പുറത്തിറക്കുമ്പോൾ, ഒരു പൗലോസിനെ പുറത്തിറക്കുമ്പോൾ, ഒരു പത്രോസിനെ പുറത്തിറക്കുമ്പോൾ, may God find a Caleb-hearted person in you. ആറാമത്തെ വാക്യം. Yes. അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നേൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ബർന്നേൽ നമ്മോട് മോശ, നമ്മുടെ സീനിയർ പാസ്റ്ററായ മോശ 12 പേരായി കനാൻ ഉറ്റു നോക്കാൻ പാസ്റ്റർ നമ്മളെ അയച്ചതല്ലേ. കനാൻ എങ്ങനെയാണ് തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത നാട്ടിലേക്കാണ് നമ്മുടെ യാത്ര. അത് പിടിച്ചടക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ ദൗത്യം. ആ ടീമിൽ നീ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. പാസ്റ്റർ 12 പേരെ വിട്ടു. 10 പേര് എന്ത് ചെയ്തു? അവർ കണ്ടതെല്ലാം ശരിയാണെങ്കിലും കണ്ടതിനാൽ അവർ പിടിക്കപ്പെട്ടു. അവർ സാഹചര്യങ്ങളാൽ പിടിക്കപ്പെട്ടു, പ്രതിസന്ധികളാൽ, വിഷയങ്ങളാൽ പിടിക്കപ്പെടും. നടക്കത്തില്ലെന്നേ. കാര്യമൊക്കെ സംഭവമൊക്കെ ശരിയാ, വാഗ്ദത്തൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ കൊണ്ട് കൈവശമാക്കുവാൻ അവിടെ നിന്നും കയറാൻ നമുക്ക് 10 പേരെന്ത് ചെയ്തു? ജനത്തിന്റെ ഹൃദയത്തെ കലക്കി കളഞ്ഞു. പക്ഷെ കാലേബും യോശുവയും അവരുടെ വസ്ത്രങ്ങൾ കീറി പറഞ്ഞു, അല്ല, അവർക്ക് വ്യത്യസ്തമായി അങ്ങനെ ഹൃദയമുള്ള പട്ടണങ്ങളെ ടേക്ക് ഓവർ. പ്രതിസന്ധികൾ വിഷയമല്ല. ഗവൺമെന്റ് പാസ്സാക്കുന്ന ഓരോ നിയമവും പ്രശ്നമല്ല. പ്രതികൂലങ്ങൾ, പീഡനങ്ങൾ വിഷയമല്ല. ഫണ്ടുകൾ വിഷയമല്ല. വാതിലുകൾ തുറന്നാണോ അടഞ്ഞാണോ വിഷയമല്ല. എത്ര വൻകോട്ടകളാണ് വിഷയമല്ല എന്ന് പറഞ്ഞ വിഷയമല്ല. വാഗ്ദത്തം കിടപ്പുണ്ട്. ഇത് മനുഷ്യന്റെ വാഗ്ദത്തമല്ല, ഇത് ദൈവത്തിന്റെ സ്വപ്നം നിവർത്തിക്കുന്നു. ദൈവത്തിന്റെ സ്വപ്നം dream fulfilling mandate promise. Amen. Hallelujah. യോശുവ സീനിയർ പാസ്റ്ററായി, കാലേബ് അസിസ്റ്റന്റ് പാസ്റ്ററായി. തുടർന്ന് വായിക്കാം. യെസ്. യഹോവയുടെ ദാസനായ മോശ കാദേശ് ബർന്നേൽ നിന്ന് ദേശത്തെ ഉറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. 40 വയസ്സാണ്. പക്ഷെ എന്ത് ചെയ്തു? 40 വർഷം വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ, 40 വർഷം കറങ്ങിക്കൊണ്ടിരുന്നു.
ജനത്തിന്റെ അവിശ്വാസവും കഠിന ഹൃദയവും ദൈവത്തിന്റെ ആ വഴിയിലേക്ക് വരാത്തത് കൊണ്ട് എന്ത് ചെയ്തു? എല്ലാരും കറങ്ങുന്നു. മോശയും കറങ്ങുന്നു, കാലേബും കറങ്ങുന്നു, യോശുവയും കറങ്ങുന്നു. കറക്കങ്ങൾ അവസാനിക്കുന്ന ഒരു സീസൺ ദൈവസഭകളെ ദൈവം കൊണ്ടുവരിക. വാഗ്ദത്ത ദേശത്തിലേക്ക് കാല് കുത്തി അതിനെ കൈവശമാക്കുന്ന സമയം. It's our time to take the cities and the nation of India. Amen. Amen. Hallelujah. തുടർന്ന് വായിക്കാം. യെസ്. ഞാൻ വന്ന് എന്റെ മനോബോധ പ്രകാരം അവനോട് മറുപടി പറഞ്ഞു. എന്നോട് പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. നോക്കിയേ, സ്തോത്രം. അവര് പറഞ്ഞെന്താ? ജനത്തിന്റെ ഹൃദയത്തെ കലക്കി കളഞ്ഞു. ഞാനോ എന്റെ ദൈവമായ യഹോവയുടെ പൂർണ്ണമായി പറ്റി നിന്നു. സ്തോത്രം. കാലേബിന് സാക്ഷ്യം പറയുന്നുണ്ട്. പലര് കലക്കി കളഞ്ഞപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ, ദൈവത്തിന്റെ സ്വപ്നത്തെ, ദൈവം പറഞ്ഞത് ദൈവത്തോട്, ദൈവത്തിന്റെ ദാസനായ മോശയോട് ഞാൻ പറ്റിച്ചേർന്ന്, ഞാൻ കൂറുപുലർത്തി, ഞാൻ വിശ്വസ്തയോടെ ആ ദർശനത്തിന് പങ്കാളിയായി I followed the Lord fully. കാലേബിന് സാക്ഷ്യം പറയാം. ആടമേലാണ് ഇന്ന് പകൽക്കാലം അഭിഷേകം പകരുന്നത്. ശുശ്രൂഷന്മാരെ, നിങ്ങളൊന്ന് ഒരുങ്ങിയിരുന്നാൽ, നിങ്ങളുടെ ഹൃദയം ഒന്ന് ഒരുങ്ങിയിരുന്നാൽ, ദൈവത്തിന്റെ ഹാർവസ്റ്റിന്റെ സ്വപ്നമാണെങ്കിൽ, ദൈവരാജ്യം നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ, നിങ്ങളുടെ ഭാരമാണെങ്കിൽ, ആത്മാക്കൾ നിങ്ങളുടെ ഭാരമാണെങ്കിൽ, ഇന്ന് നിങ്ങളുടെ മേൽ അസാധാരണമായ ഈ കാലഘട്ടത്തിൽ പട്ടണങ്ങളെ കുലുക്കുന്ന, ദേശങ്ങളെ കുലുക്കുന്ന, തലമുറകളെ കുലുക്കുന്ന ഒരു അഭിഷേകം നമുക്കൊന്ന് സ്വീകരിക്കാം. അതെ, നമ്മുടെ ഹൃദയം ഒന്ന് ഒഴുകട്ടെ. ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്താൽ അതിന്മേൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കൂറ് പുലർത്തി. ആമേൻ. യെസ്. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. ഹല്ലേലൂയ. കാല് വെക്കുന്ന ദേശം. ഞാനൊരു വാഗ്ദത്തം, എന്റെ ഉള്ളിൽ ഒരു സ്വപ്നങ്ങളുമായി. മോശയല്ലേ, നമ്മുടെ സീനിയർ പാസ്റ്റർ അല്ലേ പറഞ്ഞേ? ഇവിടെ എല്ലാം ചുറ്റി നടന്ന് ഉറ്റു നോക്കിയപ്പോൾ സ്വപ്നം, ഞാനൊരു മല കണ്ടു. എന്റെ കണ്ണൊരു മലയെ വീണു. അവിടെ പോയി അവിടുത്തെ മുന്തിരിങ്ങളെല്ലാം പറിച്ചുകൊണ്ട് വന്നു. പാസ്റ്ററോട് മാസ്റ്ററെ സ്ഥലങ്ങൾ കണ്ടു, പക്ഷെ ആ മല കണ്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ എന്തോ, ഈ മലയെ പിടിക്കേണ്ട ദൗത്യം എന്റെ ദൗത്യമാണെന്ന് എനിക്കൊരു ബോധ്യം. എനിക്കറിയില്ല എന്താ. ഞാൻ എന്റെ പാസ്റ്ററിനോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, അതെ, വാഗ്ദത്ത നാട്ടിൽ കയറുമ്പോൾ അത് നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ തലമുറകൾക്കും ഞാനത് ദൈവത്തിന്റെ അവകാശമായി അവിടെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കാലെടുത്ത് വെക്കാം. നിങ്ങൾ വെക്കുന്ന സ്ഥലം, ആ ദേശം, അവിടെ നിങ്ങൾ വളരും, അവിടെ നിങ്ങൾ പെരുകും, അവിടെ നിങ്ങൾ പ്രസിദ്ധമാകും. ഹല്ലേലൂയ. ഇന്ന് കാലെടുത്ത് വെക്കാം. 2019 ഓപ്പൺ ഹെവൻസിന്റെ ഒരു കോൺഫറൻസ് വന്നപ്പോൾ ഞാൻ കേൾക്കുക, പ്രാർത്ഥന മുറിയിൽ ഹിമാചൽ, അജിത് I want to take ഹിമാചൽ പ്രദേശ്. I want to go. ഹിമാചൽ ആരെ അറിയത്തില്ല, നമ്മുടെ സഭയൊന്നും ഇല്ല അവിടെ. I said God. പിന്നെ എവിടെ നോക്കിയാലും ഹിമാചൽ പ്രദേശ്. ഇന്ന് നമുക്ക് അവിടെ ഒരു സഭയുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ അടഞ്ഞു കിടന്ന, സംശമിക്കപ്പെട്ട് കിടന്ന ആ സ്ഥലത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റർ പോയപ്പോഴത്തേക്ക് ഇരിക്കാൻ സ്ഥലമല്ല, കാലിന്റെ അടുത്തൊക്കെ വന്നിരിക്കുക ആൾക്കാര്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം വീണ്ടും ഒരു ദൗത്യം, ദൈവസഭയായി രാജസ്ഥാൻ. I want you to go to Rajasthan. ഗുജറാത്ത്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഭാരതത്തിന്റെ സ്ട്രോങ് ഹോൾഡുകളായി കിടക്കുന്ന ഈ സ്ഥലങ്ങളെ ദൈവസഭയായി നമുക്കൊന്ന് കാലെടുത്ത് വെക്കാം. Let's keep our leg. We keep our leg into Rajasthan. Rajasthan, we are coming. Rajasthan, we are coming. Gujarat, we are coming. We are coming. We are coming. We are coming to take over. We are coming. അഭിഷേകന്മാരെ, ദേവദാസന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന സ്വപ്നത്തിലേക്ക് ഇവിടെ നിൽക്കുന്ന ദൈവമക്കളെ, ശുശ്രൂഷമാരെ, ഏതെങ്കിലും മേഖലകളുണ്ട്, മണ്ഡലങ്ങളുണ്ട്, നിങ്ങളൊന്ന് കാലെടുത്ത് വെച്ച് അതൊന്നും അവകാശമാണ്. വീണ്ടും 85 വയസ്സായ കാലേബിന് 45 വർഷം നീണ്ടുപോയി. വർഷങ്ങൾ നീണ്ടുപോയി നടക്കുന്നില്ല എന്റെ അർത്ഥം അത് നടക്കത്തില്ല എന്നല്ല. 45 വർഷമായി. നീ എങ്ങനെ നടക്കാന്? ദൈവത്തിന്റെ സമയത്തിന് വലിയ കണക്കുകളൊന്നുമില്ല. ദൈവത്തിന്റെ സമയത്തിൽ ഒരുവൻ എഴുന്നേറ്റാൽ അവനെ കൊണ്ട് ദൈവം കാര്യങ്ങളെ ചെയ്യും. 10ാമത്തെ വാക്യം. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ And now behold, the Lord has let me leave just as he spoke these 45 years from the time that the Lord spoke the word to Moses when Israel walked in the wilderness. And now behold, I am 85 years old today. പഴയ നിയമത്തിൽ 85 വർഷത്തെ പ്രായമുള്ള ഒരു അപ്പച്ചൻ പറയുക, 45 വർഷം എന്റെ ഹൃദയത്തിൽ ഒറ്റ ലക്ഷ്യം. 40 വർഷം ചുറ്റിപ്പോയി. പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന 5 വർഷം യോശുവയുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്നു. പട്ടണങ്ങൾ പിടിച്ചടക്കി. 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദേശം കുറേയൊക്കെ പിടിച്ചടക്കിയപ്പോൾ തന്റെ ഹൃദയത്തിൽ കണ്ട സ്വപ്നം, ദർശനം ജോഷുവയെ അടുത്ത് വന്ന് പറയാം, ജോഷ, നീ ഓർക്കുന്നുണ്ടോ? അന്ന് ദൈവം നമ്മുടെ ഇടപെട്ടതല്ലേ? മോശ ദൈവമനുഷ്യൻ പറഞ്ഞല്ലേ? എന്തോ അതിന്റെ ഒരു സമയമായി എന്ന് എന്റെ ഒരു ബോധ്യം. അങ്ങനെ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉളവാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. 11ാമത്തെ വാക്യം. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. 40 വയസ്സിലെ ആരോഗ്യം 85 വയസ്സിലും ആ ദർശനം, ആ സ്വപ്നം, ആ ചുറുചുറുപ്പ്. 85 വയസ്സായി. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. വായിക്കാം. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ഒരു സൈന്യത്തെ ആ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ആമേൻ. ഒരു പട വെട്ടണം. ആമേൻ. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക, ഒരു പട വെട്ടണം. അവകാശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ചില സ്ഥലത്ത് ദൈവം നമുക്ക് ഫ്രീ എൻട്രി അങ്ങ് തരും.
ചിലടത്ത് ഒരു പട വെട്ടണം. അതിനുവേണ്ടി ദൈവം ഒരു സൈന്യം. Hallelujah. പൂച്ചകളെ കൊണ്ട് പറ്റത്തില്ല, പറ്റത്തില്ല. Yes. പൂച്ചകളെ കൊണ്ട് പറ്റത്തില്ല. Yes. അതിനെ ഗർജിക്കുന്ന സിംഹം. Get ready with the roar song. Hallelujah. Yes. ഗർജിക്കുന്ന സിംഹത്തെ പോലെ യഹൂദ ഗോത്രത്തിലെ അഭിഷേകമുള്ള ചില ശുശ്രൂഷകന്മാർ, ചില ശുശ്രൂഷ ഗണങ്ങൾ, ചില സഭകൾ, ചില ദേവദാസന്മാർ എഴുന്നേൽക്കുന്ന ഒരു കാലമായി Hallelujah. യുദ്ധം ചെയ്യുവാൻ, ദേശങ്ങളെ പിടിച്ചടക്കുവാൻ. Amen, amen, amen. എന്തൊക്കെയോ ദൈവം നമ്മളിൽ ചെയ്യുവാനാകുന്ന Yes, yes. Hallelujah. 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 നമ്മുടെ ഹൃദയങ്ങൾ ഒന്ന് ഒരുങ്ങിയാൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ദൈവത്തിന്റെ ദൂത് ദൈവം ഇപ്രകാരം അള്ളിയത്. It's a thus saith the Lord. ഇത് പാസ്റ്ററിന്റെ ബുദ്ധിയിൽ ഉളവായ ഒരു നല്ല ബൈബിൾ സ്റ്റഡി അല്ല. യഹോവയായ ദൈവം ഇപ്രകാരം ഒരു കാലേബിനെ ഞാൻ അന്വേഷിക്കും. Yes. 85 വർഷവും പ്രായമായ പറയാ, ഞാൻ യുദ്ധത്തിന് റെഡിയാ പാസ്റ്റർ, യുദ്ധത്തിന് റെഡിയാ. എന്റെ വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കാൻ എന്റെ മല പിടിക്കുവാൻ. തുറന്നു വായിക്കാം. യെസ്. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. ആരെങ്കിലും പറഞ്ഞേ, give me this mountain. ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുക, എന്ത് മലയാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്ത് പട്ടണമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഏത് മലയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഏത് കുന്നാണ് നിങ്ങൾക്ക് വേണ്ടത്? നമ്മളൊന്ന് പറയുമോ, God give me this mountain. Give me this mountain. അത് ദേശങ്ങളായിരിക്കാം, പട്ടണങ്ങളായിരിക്കാം, അത് ലോകത്തിന്റെ സംസ്കാരത്തിന്റെ മലകളായിരിക്കാം. The mountain of education, the mountain of government, the mountain of medical science, the mountain of health, family. വ്യത്യസ്തമായിട്ടുള്ള മലകളായിരിക്കാം. Somebody say, give me this mountain. Give me this mountain. Give me this mountain. നമുക്ക് തുറന്നു വായിക്കാം. അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പവും ഉള്ളവ എന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. അവിടെ സാധാരണ പട്ടണമല്ല, സാധാരണ മലയല്ല. ആ മല എനിക്ക് വേണമെന്ന് കാര്യം പറയുമ്പോൾ ആ മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ മലയുടെ പ്രത്യേകത എന്താ? അനാക്യർ അവിടെ ഉണ്ട്. അനാക്യ മല്ലന്മാർ അവിടെയുണ്ട്. There are giants in the land. പിന്നെന്താ? വലിപ്പവും ഉറപ്പും ഉള്ളവ. മതിൽ കൊണ്ട് ചുറ്റിയിരിക്കുന്ന ഒരു പട്ടണമാണ്. It's a fortified city. അവിടെ കയറി ചെല്ലുവാൻ, അതിനെ അവകാശമാക്കുവാൻ ഭയങ്കര പാടാണ്. ആമേൻ. പക്ഷേ പാടായതുകൊണ്ട് തന്നെ Yes. എനിക്ക് വേണം. Yes. എത്ര പറയും, give me this mountain. അവിടെ എത്ര മല്ലന്മാരുണ്ട്, എന്ത് വിഷയമാണ്, എന്ത് അടഞ്ഞു കിടന്നാലും അതൊന്നും എനിക്ക് വിഷയമല്ല. എന്റെ കൂടെ ദൈവത്തിന്റെ കരമുണ്ട്. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, യഹോവ എന്ന് പറഞ്ഞാൽ യഹോവ if the Lord is with me, യഹോവ എന്റെ കൂടെ, എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, if the Lord is with me, താൻ അരുളി ചെയ്ത പോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ആഹാ, ആമേൻ. ഹല്ലേലൂയ. ഈ റൂഹ കാറ്റടിക്കുക. ദൈവത്തിന്റെ ആത്മാവ് കാലേബിനെ അന്വേഷിക്കുക. ഒരു കാലേബിന് ഹൃദയമുള്ള, വിശ്വാസമുള്ള, വിശ്വസ്തയുള്ള, ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുന്ന, പ്രതികൂലമായി ഉയരുന്ന അവിശ്വാസത്തിന്റെ വാക്കുകൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഒതുങ്ങി പോകുന്നവരല്ല, ഒതുക്കുന്നവരായി സാഹചര്യങ്ങളെ ഒതുക്കുവാൻ സമ്മതിക്കാതെ സാഹചര്യങ്ങളെ ഒതുക്കുന്ന ഒരു അഭിഷേകം. എത്ര വലിയ വല്ലന്മാരാണെങ്കിലും, എത്ര വലിയ പട്ടണമാണെങ്കിലും, എത്ര വലിയ പൈശാചിക പ്രശ്നമാണെങ്കിലും. 14ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഹെബ്രോൻ ഇന്ന് വരെ കെസിനിയനായ അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അത് പോയി പിടിച്ചടക്കി. 15ാമത്തെ വാക്യം. ഹെബ്രോന് പണ്ട് കിര്യത്ത് അർബ എന്ന പേരായിരുന്നു. പണ്ട് ഈ മലയ്ക്ക് വേറൊരു പേരായിരുന്നു, ഹെബ്രോൻ എന്നല്ലായിരുന്നു. ഈ മലയുടെ പേര്, ഈ സ്ഥലത്തിന്റെ പേര്, ഈ പട്ടണത്തിന്റെ പേര് വേറൊരു പേരായിരുന്നു, കിരിയാത്ത് അർബ എന്ന് പറഞ്ഞ പേരാണ്. അതിന്റെ കാരണം എന്താ? അർബ എന്നാൽ അനാക്യരിൽ വെച്ച് അതിമഹാൻ ആയിരുന്നു. അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. പട്ടണത്തിന്റെ പേരുകളെ മാറ്റി കുറിക്കുന്ന കിരിയാത്ത് അർബ, ഒരു അനാക്യമല്ലനായ അർബയുടെ പേരിൽ. അതിന്റെ ചരിത്രം പഠിച്ചാൽ 4 മല്ലന്മാരുടെ, 4 അനാക്യ മഹാമല്ലന്മാരുടെ പേരിലാണ് ആ പട്ടണം അറിയപ്പെടുന്നത്, കിരിയാത്ത് അർബ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാലേബ് അങ്ങോട്ട് കടന്നു ചെന്ന് കിരിയാത്ത് അർബയുടെ ചരിത്രത്തെ മുഖച്ഛായ മാറ്റി അതിനെ ഹെബ്രോൻ, ദൈവത്തിന്റെ കൂട്ടായ്മയുടെ സ്ഥലം, ദൈവത്തിന്റെ സംഘം, ദൈവത്തിന്റെ കമ്മ്യൂണിറ്റി, അതെ പട്ടണങ്ങളുടെ പേരുകളെ മാറ്റി കുറിക്കുന്ന ഒരു ചലനമാണ് ദൈവം തുറന്നുവിടുന്നത്. അങ്ങനെ ചെറിയ കാലേബുമാരെ, കിരിയാത്ത് അർബകളെ ഹെബ്രോണാക്കി മാറ്റുന്ന, ഹല്ലേലൂയ, അനാക്യ മല്ലന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന പട്ടണങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടുക, ഹെബ്രോൺ എന്ന് അറിയപ്പെടുക. ചെങ്കന്റെ പേരിൽ അറിയപ്പെടുന്ന ചെങ്കന്റെ ഊര്, ഹല്ലേലൂയ, ചരിത്രം മാറുകയാണ്, മാറ്റി കുറിക്കുകയാണ്. യേശുവിന്റെ ഊരായി സിയോൻ പട്ടണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നമുക്കൊന്ന് കൈയടിച്ച് അല്പസമയം അന്യഭാഷകളിൽ കർത്താവേ, എനിക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ മലയെ ഞാൻ ഏറ്റെടുക്കുന്നു. സമയമായി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പിടിച്ചെടുക്കുന്ന യോദ്ധാക്കന്മാർ എഴുന്നേൽക്കുന്ന സമയമായി. ആത്മാവിൻ ശക്തിയാ എഴുന്നേൽപ്പാൻ സമയമാ, ദൈവിക സമയമാ, ഉണർവിൻ കാലമാ. ആത്മാവിൻ ശക്തിയാ എഴുന്നേൽപ്പാൻ സമയമാ. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപകൾ ചൊരിയിടത്തേ. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കാറ്റു വീശുന്നേ.
ഇത് പട്ടണത്തിന്റെ സമയമാണ്, ചെങ്ങന്നൂരിന്റെ സമയമാണ്. നമുക്ക് ഈ പട്ടണത്തെ നോക്കി ഒന്ന് പ്രവചിക്കാം. Hallelujah. Praise God. Amen. Amen. Amen.